പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൂത്തുക്കുടിയിൽ ഊഷ്മള സ്വീകരണം. UK മാലദ്വീപ് സന്ദർശനത്തിന് ശേഷം രാത്രിയോടെയാണ് പ്രധാനമന്ത്രി തൂത്തുക്കുടിയിലെത്തിയത്. 4900 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആയിരങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹം നാടിന് സമർപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യയെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്ത് രാജ്യം തിരിച്ചറിഞ്ഞതാണ്. ഭീകരരുടെ ഒളിസങ്കേതങ്ങൾ തകർക്കുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ വലിയ പങ്കാണ് വഹിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. आज भारत सरकार का मेक इन इंडिया और मिशन मैन्युफैक्चरिंग पर बहुत जोर है. आप सभी ने अभी ऑपरेशन सिंदूर के दौरान मेक इन इंडिया की ताकत देखी है. आतंक के ठिकानों को मिट्टी में मिलाने में मेड इन इंडिया हथियारों की बड़ी भूमिका रही है. भारत में बने हथियार आज भी आतंक के आकाओं की नींद उड़ाए हुए हैं. വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. 4800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തൂത്തുക്കുടി വിമാനത്താവളത്തിനായി 450 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. അങ്ങനെ തമിഴ്നാടിന്റെ മൊത്തം മുഖച്ഛായ മാറ്റിയെടുക്കുന്ന ഒരുപാട് പദ്ധതികൾ തമിഴ്നാട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ്? അദ്ദേഹം ഇതിനോടകം തന്നെ ഈ തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന കൂട്ടത്തിലുണ്ട്. 1030 കോടിയുടെ റെയിൽവേ പദ്ധതികൾ മാത്രം അദ്ദേഹം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. റെയിൽവേ പാതയുടെ വൈദ്യുതീകരണം, പാതകളുടെ ഇരട്ടിപ്പ് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. 90 കിലോമീറ്റർ ദൂരമുള്ള മധുര ബോഡിനായ്ക്കന്നൂർ പാതയുടെ വൈദ്യുതീകരണം 99 കോടി രൂപയിൽ പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 650 കോടി രൂപ ചെലവഴിച്ച് പാതയിരട്ടിപ്പ് പൂർത്തിയാക്കിയ നാഗർകോവിൽ ടൗൺ മുതൽ കന്യാകുമാരി വരെയുള്ള ഇരട്ടപ്പാതയും പ്രധാനമന്ത്രി രാജ്യത്തിന് നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. 450 കോടി രൂപയുടെ ഈ വ്യോമയാന മേഖലയിലെ വികസന പ്രവർത്തനങ്ങളും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. പുതിയ എയർപോർട്ട് ടെർമിനൽ അടക്കം 480 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ചതാണ്. അതും ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെയും അദ്ദേഹത്തിന്റെ പരിപാടികൾ നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി പരിപാടികൾ അദ്ദേഹത്തിൻ്റെതായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട കർശനമായ സുരക്ഷ തമിഴ്നാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നമ്മുടെ തദ്ദേശീയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീകരവാദത്തിനെതിരെ കർശനമായ ശക്തമായ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തെ മണ്ണോട് മണ്ണ് ചേർക്കുന്നതിൽ നമ്മുടെ തദ്ദേശീയ ആയുധങ്ങൾ വഹിച്ച പങ്കും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നാളെ ഈ പ്രധാനപ്പെട്ട പരിപാടികൾ അദ്ദേഹത്തിന്റെ തൃച്ചിയിലടക്കം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പരിപാടികൾ നാളെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, UK മാൽദ്വീപ് സന്ദർശനം കഴിഞ്ഞ് അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഹിന്ദി വിരുദ്ധ പ്രചാരണം തമിഴ്നാട്ടിലെമ്പാടും കൊടുമ്പിരി കൊള്ളുന്നതിനിടെ, അതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് DMK ശ്രമിക്കുന്നതിനിടെ ആണ് 4900 കോടി രൂപയുടെ വികസന പദ്ധതികൾ തമിഴ്നാടിന് വേണ്ടി പ്രഖ്യാപിച്ച് മോദി ഭരണകൂടം തമിഴ്നാടിനെ ചേർത്ത് പിടിക്കുന്നത്. എന്തായാലും നാളെ അദ്ദേഹം ക്ഷേത്ര സന്ദർശനങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രധാനമാണ്. ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഗംഗൈക്കൊണ്ട ചോളപുരം, അവിടുത്തെ ക്ഷേത്രം അദ്ദേഹം സന്ദർശിക്കുകയാണ്. മാത്രവുമല്ല, രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ജയന്തി ആഘോഷത്തിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ തമിഴക രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന, ദ്രാവിഡ രാഷ്ട്രീയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹം ചില സന്ദേശങ്ങൾ നൽകുക കൂടി ചെയ്യുകയാണ് ഗംഗൈക്കൊണ്ട ചോളപുരത്തെത്തുമ്പോൾ, അല്ലേ?
11:50 പ്രധാനമന്ത്രി ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് എത്തുന്നത്. 12 മണിയാകുമ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ 12 മണി മുതൽ 1:30 വരെ അദ്ദേഹത്തിന്റെ ഈ ക്ഷേത്ര സന്ദർശനം, ക്ഷേത്ര ദർശനം ഉണ്ടാകും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ചോള രാജവംശവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഗംഗൈകൊണ്ട ചോളപുരം എന്ന ക്ഷേത്രം. ഇതിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് അവരുടെ വൈകാരികമായ ബന്ധം കൂടി ഈ ക്ഷേത്രത്തിന് ഉണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വ്യക്തമായി ധാരണയുള്ളതുമാണ്. അദ്ദേഹം അവിടെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ തമിഴ് സ്വത്വം, തമിഴ് വികാരം അദ്ദേഹം കൂടി പ്രധാനമന്ത്രി കൂടി ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കാൻ പോകുന്നതും. അദ്ദേഹം അവിടുത്തെ ഈ പരിപാടിയിലടക്കം പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയിലടക്കം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസം, പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ, പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുന്നു എന്നതുകൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന കാലം കൂടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ കൂടിയുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് എന്നതും പ്രത്യേകത അർഹിക്കുന്നുണ്ട്.